ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിൽ ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന മൊഡ്യൂളിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫോർമേഷൻ ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷന്, റോൾ ഓഫ് പ്രൊമോട്ടേഴ്സ്, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, അതേപോലെ പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് പ്രൊവിഷണൽ കോൺട്രാക്ട് ഇത്രത്തോളം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു രണ്ട് പാർട്ടിലായിട്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്യുമെൻ്റ് ഓഫ് കമ്പനീസ്, അതിൽ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്, അതിൻ്റെ ഡെഫിനിഷന്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് എങ്ങനെയാണ് ആൾട്രേഷൻ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 3 ഡോക്യുമെൻ്റ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ആൻഡ് ദ തേർഡ് വൺ പ്രോസ്പെക്ടസ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്, എന്താണ് അതിലെ കണ്ടൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് നേരെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് നോക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ് ഫോർ ദി രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷനും അതേപോലെ ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ് അടങ്ങിയിട്ടുള്ളത്? ഇറ്റ് കണ്ടെയ്ൻ ദി ഫണ്ടമെൻ്റൽസ് കണ്ടീഷൻസ് ഓൺ വിച്ച് ദ കമ്പനി ഈസ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ വേണ്ട അടിസ്ഥാന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഈ കണ്ടീഷൻസ് ആണ്, വ്യവസ്ഥകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രധാനമായും പറയുന്നത് കമ്പനിയും കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇറ്റ് സെറ്റ് ഔട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫൗണ്ടേഷൻ ഓൺ വിച്ച് ദ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി ഈസ് ബേസ്ഡ്. ഒരു കമ്പനിയുടെ മുഴുവൻ സ്ട്രക്ചർ, ആ കമ്പനിയുടെ എങ്ങനെയാണ് ആ കമ്പനി നിലനിൽക്കേണ്ടത്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, അതാണ് കമ്പനിയുടെ മുഴുവൻ സ്ട്രക്ചറും. പിന്നെ അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഭരണഘടന എങ്ങനെയാണോ ആ രാജ്യത്തിനുള്ളത്, അതേപോലെ തന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുമായി പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കമ്പനി എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. It is a document which laid down the powers and the object of the company and also the scope of operation of the company beyond which its activities cannot go. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, ലക്ഷ്യം എന്താണ്, അതേപോലെ അതിൻ്റെ പവേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ പവർ എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. കൂടാതെ the scope of operation of the company beyond which its activities cannot go. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഓപ്പറേഷൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ടാകും, ഇതിൽ പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ കമ്പനി എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇറ്റ് മേ റൈറ്റ്ലി ബി കോൾഡ് എ charter of the company as it is contain the fundamental condition upon which the company is incorporated. കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടീഷൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ചാർട്ടർ ഓഫ് ദി കമ്പനി എന്ന് വിളിക്കാം. പിന്നെ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാഗ്ന കാർട്ട ഓഫ് ദി കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ ചാർട്ടർ ഓഫ് ദി കമ്പനി അല്ലെങ്കിൽ മാഗ്ന കാർട്ട ഓഫ് ദി കമ്പനി എന്നൊക്കെ വിളിക്കാം. ഇറ്റ് റെഗുലേറ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദി കമ്പനി വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള തന്നെയാണ്, കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇത് റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു പവറും കൂടിയും ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്. ദെൻ ദ മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി ഈസ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്, അത് ആർക്കും വായിച്ചു നോക്കാവുന്നതാണ്.
And every person who deal with the company is presumed to have the sufficient knowledge of its content. ഒരു വ്യക്തി കമ്പനിയുമായി ഡീൽ ചെയ്യുമ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ടൊരു നോളജ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ബേസിലാണ് ആ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ അതെന്താണ് മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോയിൻ്റായിട്ട് എഴുതാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് മീനിങ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഓഫ് ദി രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്, എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 56 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, memorandum means the memorandum of association of a company as originally framed or as altered from time to time in pursuance of any previous company law or of this act. ഇപ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? നിങ്ങൾ എങ്ങനെ പറയണം? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 56 പ്രകാരം മെമ്മോറണ്ടം എന്നുള്ളത് കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളത് തന്നെയാണ്. അത് ഏതെങ്കിലും മുൻ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ഈ കമ്പനീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒറിജിനലി ഫ്രെയിം ചെയ്തിട്ടുള്ള മെമ്മോറണ്ടമോ അല്ലെങ്കിൽ കാലത്തിനനുസൃതമായിട്ട് മാറ്റം വരുത്തിയതോ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മെമ്മോറണ്ടമാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷനെ പഠിക്കുക. ഈ ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫോംസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഫോംസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ദ ഫോംസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആർ ഗിവൺ ഇൻ ടാബിൾ A, B, C, D ആൻഡ് E in Schedule 1 of the Companies Act 2013. ഇപ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഫോംസ് അത് കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂള് 1 ടാബിൾ A, B, C, D, E എന്ന ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടാബിളിനും ഓരോ ഇതിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് അതുള്ളത്. അപ്പോൾ ദി ഫോം ഇൻ ടാബിൾ A അത് അപ്ലിക്കബിൾ ആകുന്നത് ഇൻ കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അപ്പോൾ ടാബിൾ A കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ടാബിൾ B അപ്ലിക്കബിൾ ആകുന്നത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ കമ്പനി ടാബിൾ B ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ടാബിൾ C അപ്ലിക്കബിൾ ടു കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് ഷെയർ ക്യാപിറ്റലിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോം ആണ് ടാബിൾ C ഉള്ളത്. ദെൻ ഫോം ഇൻ ടാബിൾ D അപ്ലിക്കബിൾ ആകുന്നത് അൺലിമിറ്റഡ് കമ്പനീസ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ആൻഡ് ഫോം ഇൻ ടാബിൾ ഇയിലുള്ളത് അപ്ലിക്കബിൾ ആകുന്നത് അൺലിമിറ്റഡ് കമ്പനീസ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോംസ് ഓഫ് മെമ്മോറണ്ടം. അപ്പോൾ A, B, C, D, E എന്നുള്ള ഫോംസ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഈ വൺ വേർഡൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഇതാണ് ഫോംസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലോസസ് അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഇപ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ടും 6 കണ്ടന്റ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നെയിം ക്ലോസ്, സെക്കൻഡ് വൺ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, തേർഡ് വൺ ഒബ്ജക്റ്റ് ക്ലോസ് ആൻഡ് ഫോർത്ത് വൺ ലാബിലിറ്റി ക്ലോസ്, ഫിഫ്ത്ത് വൺ ക്യാപിറ്റൽ ക്ലോസ് ആൻഡ് ദ ലാസ്റ്റ് വൺ അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? നെയിം ക്ലോസ്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ കണ്ടന്റിൽ ഫസ്റ്റ് കണ്ടന്റ് ആണ് നെയിം ക്ലോസ് എന്നുള്ളത്. ദിസ് ക്ലോസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻ ദി നെയിം ഓഫ് ദി പ്രപ്പോസ്ഡ് കമ്പനി. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഈ ക്ലോസിൽ കമ്പനിയുടെ പ്രപ്പോസ്ഡ് നെയിം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ദ കമ്പനി ബീങ് എ ലീഗൽ പേഴ്സൺ, കമ്പനി എന്താണ്? ഒരു ലീഗൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് കമ്പനിയുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നെയിം, ഒരു പേര് നിർബന്ധമാണ്. ആ പേര് നെയിം ക്ലോസിൽ എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് നോക്കാം. ദ നെയിം ഓഫ് ദി കമ്പനി ഷുഡ് നോട്ട് ബി അൺഡിസൈറബിൾ ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ കമ്പനിയുടെ പേര് അൺഡിസൈറബിൾ ആയിരിക്കരുത്. അൺഡിസൈറബിൾ ആയിട്ടുള്ള പേര് ഒരിക്കലും കമ്പനിക്ക് ഇടാൻ പാടില്ല എന്നുള്ളതാണ്.
Then the name of the company should not be identical with the name of an already existing company. കമ്പനിയുടെ പേര് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി നിലവിലുള്ള ഒരു കമ്പനിയുടെ പേരുമായിട്ട് സാമ്യം ഉള്ളതായിരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതേപോലത്തെ ഐഡൻറ്റിറ്റിക്കൽ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ നെയിം ഓഫ് ദി കമ്പനി ഷുഡ് നോട്ട് ബി വൺ പ്രൊഹിബിറ്റഡ് ബൈ ദി എംബ്ലം ആൻഡ് നെയിം പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1915. അപ്പോൾ 1950 എംബ്ലം ആൻഡ് നെയിം പ്രിവെൻഷൻ ഇംപ്രോപ്പർ യൂസ് ആക്ട് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്ത ഒരു നെയിമും ആകാൻ പാടില്ല. ദ പബ്ലിക് കമ്പനി വിത്ത് ദ ലിമിറ്റഡ് ലാബിലിറ്റി മസ്റ്റ് ആഡ് ദ വേർഡ് ലിമിറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് നെയിം. പബ്ലിക് കമ്പനിയുടെ പേരിൻ്റെ അവസാനത്തിൽ ലിമിറ്റഡ് എന്ന് ചേർക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുകൂടിയും ചേർക്കണം. അപ്പോൾ പേരിൻ്റെ കൂടെ പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ്, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്കണം. അപ്പോൾ ഇതാണ് നെയിം ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. എന്ത് ആണ് നെയിം ക്ലോസിലുള്ളത്? പ്രധാനപ്പെട്ടും ആ കമ്പനിയുടെ പേരാണ്. കമ്പനിയുടെ പേരിടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഏത് തരം പേര് പാടില്ല എന്നുള്ളതും കൂടിയും അതിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലോസ് ആണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, അല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറഞ്ഞുള്ളത്? ദിസ് ക്ലോസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻ ദി നെയിം ഓഫ് സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് ടു ബി സിറ്റുവേറ്റഡ്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ ഈ ക്ലോസിൽ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ പേര് അടങ്ങിയിരിക്കണം. അപ്പോൾ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ ആ ഓഫീസ് നിലനിൽക്കുന്ന സ്റ്റേറ്റിൻ്റെ പേര് അടങ്ങിയിരിക്കണം. ദെൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് നോക്കാം. ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി മസ്റ്റ് ബി എക്സിസ്റ്റൻസ് ഫ്രം ദി ഡേ ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി ആൻഡ് അറ്റ് ഓൾ ടൈം ദെയർ ആഫ്റ്റർ. അപ്പോൾ ഈ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത് മുതൽ അതിന് ശേഷം അങ്ങോട്ട് എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. The verification of the situation of the registered office must be given to registrar of companies within 30 days of the incorporation of the company. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ആ ഓഫീസ് രജിസ്റ്റർ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ വെരിഫൈ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകണം എന്നാണ് പറയുന്നത്. Then all the important documents and books of the company such as annual return, minutes book, register of members etc. are kept in the registered office. കമ്പനിയുടെ ആനുവൽ റിട്ടേൺ, മിനിറ്റ്സ് ബുക്ക്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റും ബുക്കും ഒക്കെ രജിസ്റ്റേർഡ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കണം. Then all important communication, notice, circular, process of court and other correspondence relating to the company are to be addressed to this registered office. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും, അതേപോലെ നോട്ടീസുകൾ, സർക്കുലർ, കോടതിയുടെ നടപടിക്രമങ്ങൾ, മറ്റ് എല്ലാ കത്തിടപാടുകളും ഒക്കെ ഈ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഓഫീസ് മുഖേനയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ്. This clause of Memorandum of Association contain the object for which the proposed company is to be formed. പ്രപ്പോസ്ഡ് കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, ആ കമ്പനിയുടെ ലക്ഷ്യം എന്നുള്ളത് അടങ്ങിയിരിക്കുന്ന ഒരു ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസിൽ കമ്പനിയുടെ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഓഫ് ദി മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ്. ദ ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി മസ്റ്റ് സ്റ്റേറ്റ് ഇൻ ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് ടേം. അപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടും ഡെഫിനിറ്റ് ടേംസിലും അത് പറഞ്ഞിരിക്കണം. ദ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് പ്രപ്പോസ്ഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. അപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ്, മെയിൻ ഒബ്ജക്റ്റ് എന്താണെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. എനി അതർ മാറ്റർ കൺസിഡേർഡ് നെസസറി ഇൻ ഫർദറൻസ് ഓഫ് സ്റ്റേറ്റ് ഒബ്ജക്റ്റ്. ഇനി മറ്റ് എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ചില അതർ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതും അതിൽ മെൻഷൻ ചെയ്തിരിക്കണം.
The selection of the object by the company is, however, the subject to the following restrictions. അപ്പോൾ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ പറയുന്നുള്ള റിസ്ട്രിക്ഷൻ ഉണ്ട്. ആ റിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒബ്ജക്റ്റ് ഷുഡ് നോട്ട് ബി ഇല്ലീഗൽ ഓർ അഗെയിൻസ്റ്റ് ദി പബ്ലിക് പോളിസി. അപ്പോൾ ഒബ്ജക്റ്റ് ഇല്ലീഗൽ ആകരുത് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിര് ആകരുത്. ഓക്കെ. രണ്ടാമത്തത് ദ ഒബ്ജക്റ്റ് ഷുഡ് നോട്ട് ബി അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിന് എതിരാകരുത്. The third one, the object should not be against the general law of the land. ജനറൽ ലോക്കും എതിരാകരുത് എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടന്റ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേയും ചോദിക്കാം. ഓരോ ക്ലോസും എടുത്തിട്ട് 6 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടന്റ് പഠിക്കണം. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാലാമത്തെ ക്ലോസ് ആണ് ലാബിലിറ്റി ക്ലോസ്. ദിസ് ക്ലോസ് കണ്ടെയ്ൻ ദി നാച്ചർ ഓഫ് ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്താണ് എന്നുള്ളത് ഈ ക്ലോസിൽ അടങ്ങിയിരിക്കുന്നു. ദിസ് ക്ലോസ് ഈസ് നെസസറി ഫോർ ദോസ് കമ്പനീസ് ഇൻ വിച്ച് ദ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. ഇപ്പോൾ കമ്പനീസിൻ്റെ ലാബിലിറ്റീസ് ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമായിട്ടും ഈ ക്ലോസ് ഉണ്ടായിരിക്കണം. ദ മെമ്മോറണ്ടം ഓഫ് സച്ച് കമ്പനി മസ്റ്റ് സ്റ്റേറ്റ് ദ ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. ഇപ്പോൾ മെമ്മോറണ്ടത്തിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് പ്രത്യേകം അതിൽ പറഞ്ഞിരിക്കണം. In case of the company limited by shares, the liability clause must state that liability of the members shall be limited to amount unpaid if any on share held by them. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ ആ കമ്പനിയുടെ കാര്യത്തിൽ അതിലെ മെമ്പേഴ്സിൻ്റെ ബാധ്യത അവർ ഇനി അടക്കാത്ത ഷെയറിൻ്റെ എമൗണ്ട് വരെ ആയിരിക്കും. അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഷെയർസ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ എല്ലാ ഷെയർസും ഫുള്ളി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ, എല്ലാ ഷെയറിൻ്റെ വാല്യൂ ഫുള്ളി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്നുള്ളത് നില്ലായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാക്സിമം ലാബിലിറ്റി എന്നുള്ളത് ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആണ് അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും എമൗണ്ട് അടക്കാത്തതുണ്ടെങ്കിൽ ആ എമൗണ്ട് അടക്കാത്തതാകും അവരുടെ ലാബിലിറ്റി. ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ സംബന്ധിച്ചിടത്തോളം യാതൊരു ലാബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ. ഇൻ കേസ് ഓഫ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ദ ലാബിലിറ്റി ക്ലോസ് മസ്റ്റ് സ്റ്റേറ്റ് ദ ലാബിലിറ്റി ഓഫ് ദി മെമ്പർ ഷാൾ ബി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നമുക്കറിയാം ലാബിലിറ്റി എന്ന് പറയുമ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ മൂന്നാമത്താണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ളത്. അപ്പോൾ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉള്ള കമ്പനികളിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ളത് ആ ക്ലോസിൽ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് ലാബിലിറ്റി ക്ലോസിൽ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. നെക്സ്റ്റ് ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. ദിസ് ക്ലോസ് കണ്ടെയ്ൻ ദി എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് ദ കമ്പനീസ് ടു ബി രജിസ്റ്റേർഡ്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഈ ക്ലോസിൽ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അടങ്ങിയിരിക്കുന്നു. ദിസ് ക്ലോസ് ഷുഡ് ആൾസോ സ്റ്റേറ്റ് ദ നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഷെയർ ഇൻ ടു വിച്ച് ദ ക്യാപിറ്റൽ ഓഫ് കമ്പനീസ് ഡിവൈഡഡ്. കമ്പനിയുടെ ആ ഷെയർസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അത് എത്ര നമ്പറാണ്, അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് പറഞ്ഞിരിക്കണം. ദ ക്യാപിറ്റൽ with which is the company's registered is called registered or nominal or authorized capital. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ വിളിക്കുന്നത് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ക്യാപിറ്റലാണ് കമ്പനിയുടെ മൊത്തം ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൻ്റെ അപ്പുറത്തേക്ക് കമ്പനിക്ക് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. The effect of this clause is the company cannot issue more shares than or authorized by its Memorandum of Association. Memorandum of Association പറഞ്ഞിട്ടുള്ള ആ ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഷെയർ അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് ഈ ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ആറാമത്തെ ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ്. അപ്പോൾ ഈ ക്ലോസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ദിസ് ക്ലോസ് കണ്ടെയ്ൻ ദി നെയിം ഓഫ് പേഴ്സൺ ഹൂ സൈൻ ദി മെമ്മോറാണ്ടം ആൻഡ് ദ സ്റ്റേറ്റ് ദേ ആർ വില്ലിംഗ് ടു ഫോം ദംസെൽവ്സ് ഇൻ ടു എ കമ്പനി. ദീസ് പേഴ്സൺ ആർ കോൾഡ് സബ്സ്ക്രൈബർ. ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ അസോസിയേഷൻ ക്ലോസിൽ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുന്ന വ്യക്തികളുടെ പേര് ഉണ്ടായിരിക്കണം. അതിലെങ്ങനെ പറഞ്ഞിരിക്കണം? അവർ സ്വമേധയാ അവരുടെ ബില്ലിംഗ് പ്രകാരമാണ് ഈ കമ്പനിയുടെ രൂപീകരണത്തിന് തയ്യാറാകുന്നത് എന്നുള്ളത് അവർ പ്രസ്താവിച്ചിരിക്കണം. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള ആ വ്യക്തികളെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. The memorandum of association has to be signed by at least 7 people or more if it is a public company. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മിനിമം 7 പേരെങ്കിലും സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ പബ്ലിക് കമ്പനി ഫോം ചെയ്യേണ്ട മിനിമം നമ്പർ 7 ആണ്, മാക്സിമം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 7 പേരെങ്കിലും സൈൻ ചെയ്തിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി സൈൻഡ് അറ്റ്ലീസ്റ്റ് 2 or more people in പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേരെങ്കിലും സൈൻ ചെയ്തിരിക്കണം, 2 അതിൽ കൂടുതലോ പേര് സൈൻ ചെയ്തിരിക്കണം. ദ സിഗ്നേച്ചർ ആൾസോ ഹാവ് ടു ബി അഫേംഡ് ബൈ ദി വിറ്റ്നസ്. അപ്പോൾ ഈ സിഗ്നേച്ചർ സാക്ഷി മുഖേന കൺഫേം ചെയ്തിട്ടുള്ളതായിരിക്കണം, ഉറപ്പുവരുത്തിയിട്ടുള്ളതായിരിക്കണം. ഓക്കെ. അപ്പോൾ can be one witness for all of the signature, but none of the subscribers can witness the signature of others. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും കൂടിയിട്ട് ഒരൊറ്റ സാക്ഷിയാവാം, പ്രശ്നമില്ല. എല്ലാ മെമ്പേഴ്സിനും കൂടിയിട്ട് ഒരൊറ്റ സാക്ഷിയുടെ സിഗ്നേച്ചർ മതി. പക്ഷേ ഒരു സബ്സ്ക്രൈബറിന് ഒരിക്കലും വിറ്റ്നസ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി അപ്പോൾ ഇതാണ് 6 ക്ലോസ്. ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വിറ്റ്നസ് മസ്റ്റ് പ്രൊവൈഡ് ദെയർ അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ ഇൻ റൈറ്റിംഗ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും പിന്നെ അതേപോലെ അവരുടെ സാക്ഷികളും അവരുടെ അഡ്രസ്സും പേരും ഒക്കെ രേഖാമൂലം നൽകിയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ 6 ക്ലോസ്. ഏതൊക്കെയാണ് 6 ക്ലോസ്? നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് ആൻഡ് അസോസിയേഷൻ ക്ലോസ്. ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൽ എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുക? ആൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസിലാണ് നമ്മൾ ആൾട്ടറേഷൻ വരുത്തുക. അപ്പോൾ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, ദി ആക്ട് alter and alteration shall include the making of addition, omission and substitution. ആൾട്ടർ അല്ലെങ്കിൽ ആൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ്? അതിൽ അഡീഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഒമിഷൻസ് എന്തെങ്കിലും ചിലത് ഒഴിവാക്കലുണ്ടാകാം, അല്ലെങ്കിൽ പകരം ഏതെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതിനൊക്കെയാണ് നമ്മൾ ആൾട്ടർ അല്ലെങ്കിൽ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആൾട്ടറേഷൻ ഇൻ ദി നെയിം ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം. അപ്പോൾ ഇനി ഓരോ ക്ലോസിലും നമ്മൾ എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നെയിം ക്ലോസിൽ എങ്ങനെ ആൾട്ടർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ആൾട്ടറേഷൻ ഓഫ് നെയിം ബൈ കമ്പനി ഓൺ ഇറ്റ്സ് ഓൺ. ഇഫ് ദ കമ്പനി ഇറ്റ് സെൽഫ് വാണ്ട് ടു ചേഞ്ച് ഇറ്റ്സ് നെയിം. കമ്പനിയുടെ പേര് മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റാം. എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം അറ്റ് എനി ടൈം ബൈ എനി ഓഫ് ദി ഫോളോയിങ് പ്രൊസീജിയർ. അപ്പോൾ കമ്പനി പേര് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒന്നിരിക്കെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ടോ കമ്പനിയുടെ പേര് ഏത് സമയവും മാറ്റാവുന്നതാണ്. പിന്നെ ദ കമ്പനി ഫയൽ ദീസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഓഫ് പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനി പേര് മാറ്റുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് പേര് മാറ്റാം. സ്പെഷ്യൽ റെസൊല്യൂഷനും ഓർഡിനറി റെസൊല്യൂഷൻ ഉണ്ട്. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിൽ 75% അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആ ഒരു പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഓക്കെ അവരെല്ലാവരും അഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിട്ട് 30 ദിവസത്തിനുള്ളിൽ കമ്പനി ആ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് 30 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. ആഫ്റ്റർ രജിസ്റ്ററിംഗ് ദി ആൾട്ടറേഷൻ ദ ന്യൂ നെയിം ഈസ് എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വിത്ത് ന്യൂ നെയിം.
അപ്പോൾ ഈ രജിസ്ട്രേഷനിൽ അല്ലെങ്കിൽ ആ പേരിൽ ആൾട്രേഷൻ വരുത്തിയതിന് ശേഷം ദ ന്യൂ നെയിം ഈസ് എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ. പുതിയ പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ രജിസ്റ്ററിൽ പുതിയ പേര് എന്ത് ചെയ്യും, എഴുതി ചേർക്കും. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അത് പുതിയ പേരോട് കൂടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും കൂടി ഈ കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ റെസൊല്യൂഷൻ മുഖേന കമ്പനിയുടെ പേര് മാറ്റാം. ഇനി സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ മുഖേന പേര് മാറ്റാം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണ് അത് പേര് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം, പേര് മാറ്റണം. റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം ഓൺ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ. സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ പ്രകാരം പേരിൽ റെക്ടിഫൈ ചെയ്യുക, തിരുത്താം. ആസ് പെർ സെക്ഷൻ 16 കമ്പനീസ് ബൗണ്ട് ടു ചേഞ്ച് ഇറ്റ്സ് നെയിം ഓൺ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ കമ്പനി അതിൻ്റെ പേര് മാറ്റാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുക? The company change its name in this case by passing a ordinary resolution. കമ്പനിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് കമ്പനിക്ക് പേര് മാറ്റാം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാവണമെന്നുണ്ടെങ്കിൽ 75% ആൾക്കാർ അതിന് എഗ്രി ചെയ്യണം. ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാവണമെന്നുണ്ടെങ്കിൽ 50% അതിൽ കൂടുതലും ആൾക്കാർ എഗ്രി ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നെയിം ക്ലോസിൽ ചേഞ്ച് വരുത്തുക, ആൾട്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. നെക്സ്റ്റ് ആണ് ആൾട്ടറേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് പറയുന്നത് ഷിഫ്റ്റിംഗ് ദി രജിസ്റ്റേർഡ് ഓഫീസ് വിത്ത് ലോക്കൽ ലിമിറ്റ് ഓഫ് എനി സിറ്റി, ടൗൺ ഓർ വില്ലേജ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ടൗണിൻ്റെ അല്ലെങ്കിൽ വില്ലേജിൻ്റെ ലോക്കൽ ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വില്ലേജ് ഉണ്ട്, ഒരു വില്ലേജിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്കാണ് രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്കിൽ കമ്പനി ഹാസ് ടു പാസ് എ ബോർഡ് റെസൊല്യൂഷൻ. കമ്പനിക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ബോർഡ് റെസൊല്യൂഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മതി. അതിൽ റിസ്ക് ഒന്നുമില്ല. ദ കമ്പനി ഹാസ് ടു ഗിവ് ദ നോട്ടീസ് ഓഫ് ദി ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ടു ദി രജിസ്ട്രാർ വിത്തിൻ 50 days ഓഫ് ഇറ്റ്സ് ചേഞ്ച്. അപ്പോൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റി എന്ന് പറഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് രജിസ്ട്രാർക്കൊരു നോട്ടീസ് കൊടുത്താൽ മതി. ഇനി ഷിഫ്റ്റിംഗ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഔട്ട്സൈഡ് ദ ലോക്കൽ ലിമിറ്റ് ഓഫ് എനി സിറ്റി, ടൗൺ ഓർ വില്ലേജ്. സിറ്റിയുടെ അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ വില്ലേജിൻ്റെ ലോക്കൽ ലിമിറ്റിൻ്റെ ഔട്ട്സൈഡിലേക്കാണ് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ടൗണിൽ നിന്ന് മറ്റേ ടൗണിലേക്ക് അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് ആ വില്ലേജിൻ്റെ പുറത്തുള്ള വേറൊരു വില്ലേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് വേണം, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാവണം. ഓക്കെ, പിന്നെ കമ്പനി ഹാസ് ടു ഗിവ് നോട്ടീസ് ഓഫ് ദി ചേഞ്ച് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ദ രജിസ്ട്രാർ വിത്തിൻ 30 days ഓഫ് ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ ഈ രജിസ്റ്റേർഡ് ഓഫീസിൽ ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ഒന്നിൽ ബോർഡ് റെസൊല്യൂഷൻ ആണ്, ഒന്നിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായാൽ മതി. ഇനി നെക്സ്റ്റ് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം ജൂറിഡിക്ഷൻ ഓഫ് വൺ രജിസ്ട്രാർ ടു ദി ജൂറിഡിക്ഷൻ ഓഫ് അനദർ രജിസ്ട്രാർ വിത്ത് ദി സെയിം സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ, അപ്പോൾ ചില സ്റ്റേറ്റിനൊക്കെ 2 രജിസ്ട്രാർ ഉണ്ടാകും, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2 ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ്, ചില സ്റ്റേറ്റിലൊക്കെ 2 പേരുണ്ടാകും. അപ്പോൾ അങ്ങനെ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു രജിസ്ട്രാറിൻ്റെ ജുഡിഷ്യൽ നിന്ന് മറ്റൊരു രജിസ്ട്രാറിൻ്റെ ജുഡിഷ്യലിലേക്കാണ് മാറ്റുന്നത് എങ്കിൽ ദ കമ്പനി ഹാസ് ടു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാവണം. ആൻഡ് ദ ചേഞ്ച് മസ്റ്റ് ബി കൺഫേംഡ് ബൈ ദ റീജിയണൽ ഡയറക്ടർ. അത് റീജിയണൽ ഡയറക്ടറെ അറിയിക്കുകയും വേണം. ദെൻ പബ്ലിഷ് എ നോട്ടീസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡെയിലി ന്യൂസ് പേപ്പർ published in the English and in the principal language of the district in which the registered office company is situated and circulating that district. ഇങ്ങനെ ഈ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റം വരുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ആ നോട്ടീസ് ഏതെങ്കിലും ഒരു ഡെയിലി ന്യൂസ് പേപ്പറിൽ അത് പബ്ലിഷ് ചെയ്യണം, അത് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യണം. അതേപോലെ ആ ജില്ലയുടെ ലോക്കൽ ലാംഗ്വേജിൽ, ആ പ്രിൻസിപ്പൽ ലാംഗ്വേജിലും രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റി എന്ന് പറഞ്ഞിട്ട് അത് ന്യൂസ് പേപ്പർ മുഖേന മൊത്തം സർക്കുലേറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ടു അനദർ സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു യൂട്ടിയിൽ നിന്ന് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകണം. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവലും വാങ്ങണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആൾട്ടറേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ആൾട്ടറേഷൻ ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം.
ഈ ഒബ്ജക്റ്റ് മെമ്മോറാണ്ടത്തിലെ ഒബ്ജക്റ്റ് ക്ലോസിൽ എങ്ങനെ ആൾട്രേഷൻ വരുത്തുക എന്നുള്ളതാണ്. ഇഫ് ദ കമ്പനി വാണ്ട് ടു ചേഞ്ച് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇറ്റ്സ് ബിസിനസ് then there is a requirement of special resolution that must be passed altering the object clause within 30 days of passing. ഒരു കമ്പനിക്ക് അതിൻ്റെ ഒബ്ജക്റ്റിൽ മാറ്റണമെങ്കിൽ ആ ഒബ്ജക്റ്റ് മാറ്റാൻ പാസ്സായിട്ടുള്ള 30 ദിവസത്തിനുള്ളിൽ ഒബ്ജക്റ്റ് ക്ലോസ് മാറ്റിക്കൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷന് പാസ്സാക്കേണ്ടതുണ്ട്. The registrar shall register the alteration and clarify the registration with 30 days from the date of filing of special resolution with him. ഇപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിട്ട് ആ സ്പെഷ്യൽ റെസൊല്യൂഷന് ഫയൽ ചെയ്യും രജിസ്ട്രാർക്ക്. അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ എന്താണോ ഒബ്ജക്റ്റ് ക്ലോസിൽ മാറ്റം ആൾട്രേഷൻ ചെയ്യേണ്ടത് അത് ആൾട്ടർ ചെയ്യുകയും അത് സാക്ഷ്യപ്പെടുത്തുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ സർട്ടിഫൈ ചെയ്തതിൻ്റെ ശേഷം ആ ഒബ്ജക്റ്റ് മാറ്റം വരുത്തിയതിൻ്റെ ശേഷം ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി പബ്ലിഷ്ഡ് ഇൻ ദി ന്യൂസ് പേപ്പർ ദാറ്റ് ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, വൺ ഇൻ ഇംഗ്ലീഷ് ആൻഡ് അതർ ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് അത് അവിടുത്തെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. അത് ഇംഗ്ലീഷിലും വേണം, അതേപോലെ ആ ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ വെർനാക്കുലർ ലോക്കൽ ലാംഗ്വേജിലും പബ്ലിഷ് ചെയ്യണം. വേർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി സിറ്റുവേറ്റഡ് ആൻഡ് ആൾസോ ദ വെബ്സൈറ്റ് ഓഫ് ദി കമ്പനി. കൂടാതെ കമ്പനിയുടെ വെബ്സൈറ്റിലും ആ ഒബ്ജക്റ്റ് ക്ലോസ് മാറ്റി വരുത്തിയ ഒബ്ജക്റ്റ് ക്ലോസ് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ആൾട്രേഷൻ ഓഫ് ദി ലാബിലിറ്റി ക്ലോസ് ആണ്. അപ്പോൾ ലാബിലിറ്റി ക്ലോസിൽ എങ്ങനെയാണ് ആൾട്രേഷൻ വരാം? എ കമ്പനി കനോട്ട് ആൾട്ടർ ദ ലാബിലിറ്റി ക്ലോസ് ഓഫ് ഇറ്റ്സ് മെമ്മോറാണ്ടം. കമ്പനിക്ക് ലാബിലിറ്റി ക്ലോസിലും മാറ്റം വരുത്താൻ പറ്റില്ല. So as to increase the liability of its members. Liability increase ചെയ്യാൻ പറ്റില്ല. Okay. The liability of members can be increased only if the member concerned or agrees in writing. Liability എപ്പോൾ ഇൻക്രീസ് ചെയ്യാം? ഓരോ മെമ്പേഴ്സും അഗ്രി ചെയ്ത് കൺസേൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ലാബിലിറ്റി കൂട്ടാവുന്നതാണ് എന്ന് എഴുതി തരാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലാബിലിറ്റീസ് അത് കൂട്ടാം. അപ്പോൾ അതെല്ലാ മെമ്പേഴ്സും അങ്ങനെ എഴുതി തരലൊക്കെ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇനി ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസിൽ എങ്ങനെ ആൾട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ദ ആൾട്ടറേഷൻ ക്യാൻ ബി മെയ്ഡ് സിംപ്ലി ബൈ പാസിങ് എ ഓർഡിനറി റെസൊല്യൂഷൻ. ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ക്ലോസിൽ കമ്പനിക്ക് ആൾട്രേഷൻ വരുത്താവുന്നതാണ്. ആൾട്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പനി ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ. പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് ഷെയർ കൂട്ടാം, അല്ലെങ്കിൽ കൺസോളിഡേറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ടു ദ ഷെയർ ഓഫ് ലാർജർ എമൗണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഷെയറിനെ അതിനെന്ത് ചെയ്യാം, വലിയ ലാർജ് എമൗണ്ടിൻ്റെ ഷെയർ ആക്കാം, അല്ലെങ്കിൽ ലാർജ് എമൗണ്ടിൻ്റെ ഷെയർ ചെറിയ എമൗണ്ടിൻ്റെ ഷെയർ ആക്കാം. കൺവേർഷൻ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർ ഇൻ ടു സ്റ്റോക്ക് ഓർ വൈസ് വേഴ്സ. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ സ്റ്റോക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ആക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. പിന്നെ അൺഇഷ്യൂഡ് ഷെയർ ക്യാൻസലേഷൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ക്യാപിറ്റൽ ക്ലോസിൽ ആൾട്ടർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇഫ് ദ ആൾട്ടറേഷൻ ഈസ് ബൈ വേ ഓഫ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, എന്ന് വെച്ചാൽ ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ ചെയ്യാനാണ് ആൾട്ടർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി എ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. എന്നുവെച്ചാൽ ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കാനാണ്, റെഡ്യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകണം. ആൻഡ് ഒബ്റ്റെയിനിങ് ദ കൺഫർമേഷൻ ഫ്രം ദി ട്രിബ്യൂണലിൽ നിന്ന് കൺഫർമേഷൻ മേടിക്കുകയും വേണം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ കമ്പനി ക്യാൻ ആൾട്ടർ ഇറ്റ്സ് ക്യാപിറ്റൽ ക്ലോസ് ഓൺലി ഇഫ് സോ ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനി അതിൻ്റെ ഈ ക്യാപിറ്റൽ ക്ലോസിൽ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും അത് പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്യാപിറ്റൽ ക്ലോസിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ക്ലോസിൽ എങ്ങനെയാണ് ആൾട്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. നെക്സ്റ്റ്, ആൾട്ടറേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് കനോട്ട് ബി ആൾട്ടേർഡ്, അത് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആൾട്ടറേഷന് സെപ്പറേറ്റ് ചോദിക്കാം, കണ്ടൻറ്റ് സെപ്പറേറ്റ് ചോദിക്കാം. ഇതൊക്കെ എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഇന്ന് പഠിച്ചിട്ടുള്ള എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പഠിക്കാം.